ഒരു വ്യക്തി ഐഫോണിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ബാറ്ററി എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിൽ നമുക്ക് നോക്കിയറിയാം ധാരാളം സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അതിൽ ഏറ്റവും കുറവ് ബാറ്ററി കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഐഫോണാണ്. അതുകൊണ്ട് തന്നെ ഐഫോണിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സിൻ്റെ ഇടയിൽ തന്നെ വളരെ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബാറ്ററി ലൈഫ്, അതോടൊപ്പം തന്നെ ബാറ്ററി ഹെൽത്ത്. ഇതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും മിത്തുകളും ഒക്കെ പലരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ എക്സാക്ട് കാര്യം എന്താണ്, അല്ലെങ്കിൽ ഈ ബാറ്ററി ഹെൽത്ത് എങ്ങനെയാണ് കുറയുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ രണ്ടിൻ്റെയും ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ പറഞ്ഞ ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏതാനും ചില ഹാക്കുകൾ അല്ലെങ്കിൽ ട്രിക്കുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഐഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഹാക്ക് നമ്പർ 1 എന്ന് പറയുന്നത് ലോ പവർ മോഡ് എനേബിൾ ചെയ്യുക എന്നാണ്. എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. നമ്മളെ സെറ്റിങ്സിൽ ബാറ്ററിയുടെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലോ പവർ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇത് എനേബിൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ സ്റ്റഡീസിൻ്റെയൊക്കെ ബേസിലും അല്ലെങ്കിൽ പലരും ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ലോ പവർ മോഡ് എനേബിൾ ചെയ്തിട്ടുകൊണ്ട് യൂസ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ലോ പവർ മോഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴെ കാണാം ലോ പവർ മോഡ് ടെമ്പററി റെഡ്യൂസ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ലൈക്ക് ഡൗൺലോഡ്സ് ആൻഡ് മെയിൽ ഫെച്ചിങ് അണ്ടിൽ യു ക്യാൻ ഫുള്ളി ചാർജ് യുവർ ഐഫോൺ. അപ്പോൾ ഈ ലോ പവർ മോഡ് എനേബിൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡിവൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോ പവർ മോഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡിവൈസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളറിയാതെ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല ഡേറ്റാസ് ഫെച്ച് ചെയ്യുന്നു, പല ആപ്ലിക്കേഷൻസും നമുക്ക് ലൈവായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തരാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സകല ആപ്ലിക്കേഷൻസും എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു ലോ പവർ മോഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഡിസേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് കുറേ അധികം എനർജി അല്ലെങ്കിൽ ബാറ്ററിയുടെ പവർ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ലോ പവർ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം നിങ്ങൾ ഈ ലോ പവർ മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നാലും യാതൊരു പ്രശ്നവും നമ്മുടെ ഡിവൈസിന് ഉണ്ടാകത്തില്ല. ആ ഒരു കാര്യം ഉറപ്പാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ട ഈ ഒരു ലോ പവർ മോഡ് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഫുൾ ടൈം നമുക്ക് എനേബിൾ ഇടാം അല്ലെങ്കിൽ ഓൺ ചെയ്തിടാവുന്നതാണ്. ഇനി അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ആണ് ഞാൻ ഇനി രണ്ടാമത്തെ ഹാക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് മറ്റൊന്നുമല്ല, നമുക്കൊരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴോ നമുക്ക് ഈ ലോ പവർ മോഡ് അവിടെ മാത്രമായിട്ട് എനേബിൾ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം കോളേജിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മളിപ്പം വർക്കിന് ഓഫീസിൽ പോകുന്നു, ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടൈമിലേക്കോ നമുക്ക് ഈ ഒരു ലോ പവർ മോഡ് എനേബിൾ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് നമ്മുടെ സിരി ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ സിരി ഷോർട്ട് കട്ടിൽ പോവുക. സിരി ഷോർട്ട് കട്ടിൽ ഇവിടെ താഴെ കാണാവുന്ന ഈ ഒരു ഓട്ടോമേഷനിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ 2 ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഒന്ന് ലൊക്കേഷൻ ബേസും മറ്റൊന്ന് ടൈം ബേസുമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ലൊക്കേഷൻ ബേസ് ആയിട്ടുള്ള ലോ പവർ മോഡും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡും എനേബിൾ ചെയ്യാനൊക്കെ സാധിക്കും. അവിടെ നമുക്ക് താഴെ 2 ഓപ്ഷൻസ് കാണാം. അറൈവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് എവിടെയാണോ നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴാണോ ഈ ഒരു ഓട്ടോമേഷൻ ആക്റ്റീവ് ആകേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് വർക്കാകാം, അല്ലെങ്കിൽ നമ്മുടെ ജിമ്മാകാം, അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയോ അമ്പലമോ ഒക്കെ ആകാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡു നോട്ട് ഡിസ്റ്റർബും അല്ലെങ്കിൽ ലോ പവർ മോഡും ഒക്കെ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചൂസ് ഓപ്ഷനിൽ കൊടുക്കുന്നു. ഞാനവിടെ മാൾ എന്ന് കൊടുക്കുന്നു. മാൾ ഓഫ് ജോയ്, കോട്ടയത്ത് ആകെ ഉള്ളത് മാൾ ഓഫ് ജോയ് ആണ്. അപ്പോൾ ഞാൻ മാൾ ഓഫ് ജോയ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ഒരു ലൊക്കേഷൻ്റെ പർട്ടിക്കുലർ റേഡിയസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് 500 മീറ്ററിനുള്ളിൽ കയറുമ്പോഴേ ഓട്ടോമാറ്റിക്കലി ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ 2 ഓപ്ഷൻസ് താഴെ കൊടുത്തുകൊണ്ട് എനി ടൈം എപ്പം വേണമെങ്കിലും ആ ഒരു സ്ഥലത്ത് കയറുമ്പം നമുക്ക് ഈ ഒരു ഓട്ടോമേഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതല്ല ഒരു സ്പെസിഫിക് ടൈം റേഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ ടൈം റേഞ്ച് സെലക്ട് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് 2 ഓട്ടോമേഷൻ ചെയ്യാതെ ഒരൊറ്റ ഓട്ടോമേഷനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓഫീസിലാണ് പോകുന്നത്. ഓഫീസിൽ നമ്മളിവിടെ 9 മണിക്കാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 മണിക്കാണ് ആ ഒരു ഓഫീസ് ടൈം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ടൈം സ്റ്റാർട്ടും എൻഡും കൊടുത്തു കഴിഞ്ഞിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. അവിടെ നമ്മൾ ആഡ് ആക്ഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അവിടെ നമ്മൾ ലോ പവർ മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അവിടെ നമുക്ക് കാണാം ഓൺ ആക്കാനുള്ള
ടൈമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കൊടുത്തു 5 മണി എന്നുള്ളതാണ് നമ്മുടെ എൻഡിങ് ടൈം. 5 മണി കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവും. നെക്സ്റ്റ് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈം റേഞ്ചിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു ലൊക്കേഷൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ലൊക്കേഷൻ അല്ല ടൈം ബേസ് ചെയ്തിട്ടുള്ള ഈ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്യുക. അവിടെ നമ്മൾ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ കാണാം, ടൈം ഓഫ് എ ഡേ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ടാപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്കിവിടെ സൺറൈസ് സൺസെറ്റ് ഓപ്ഷൻ ഉണ്ട്, ടൈം ഓഫ് എ ഡേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അവിടെ പോയിട്ട് ഏത് ടൈമിലാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഓട്ടോമേഷൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 മണി എന്നുള്ളത് കൊടുത്തു. നെക്സ്റ്റ് ടാപ്പ് ചെയ്യുക. അതിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാം ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓഫീസിലാണ് പോകുന്നത്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നമുക്ക് ഈ ഒരു ഓട്ടോമേഷൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ബേസ് അല്ലാതെ ഈ ടൈം ബേസും കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ 2 ഓട്ടോമേഷൻ, ഒരു ഓട്ടോമേഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ഓട്ടോമേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ലോ പവർ മോഡ് വന്നു, അത് നമ്മൾ ഓൺ ആക്കുന്നു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫോക്കസ് ഡു നോട്ട് ഡിസ്റ്റർബ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ആൻഡിൽ എത്ര മണി വരെ എന്നുള്ളത് ഇവിടെ നമുക്ക് കൊടുക്കാം. അത് നമുക്ക് ഐ ലീവ് എന്ന് പറയുന്നൊരു ഓപ്ഷനും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടൈം നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. ടൈമിൽ സെലക്ട് ചെയ്യുക. ടൈം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മണിക്കാണ് ഇത് ഓഫ് ആകേണ്ടതെന്നുള്ളത് നമുക്ക് അവിടെ കാണിക്കും. ഞാനിവിടെ ഓൾറെഡി 5 മണി സെലക്ട് ചെയ്തിട്ടുണ്ട്. PM എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡൺ കൊടുത്ത് കഴിയുമ്പം 5 PM ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വേണമെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബും ഡിസേബിൾ ആക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് കൊടുക്കുക. കൊടുത്ത് കഴിയുമ്പോൾ ആസ്ക് ബിഫോർ റണ്ണിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പം നമ്മൾ ഇന്ന ടൈം റേഞ്ചിൽ ചെന്ന് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ ഡു നോട്ട് ഡിസ്റ്റർബും അതോടൊപ്പം തന്നെ ലോ പവർ മോഡും നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഓട്ടോമേഷൻ ഇതുപോലെ തന്നെ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് ഡിസേബിൾ ആണെന്നും നമുക്ക് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഓട്ടോമേഷൻ കൊടുക്കുക. ടൈം ഓഫ് ഡേ കൊടുക്കുക. ഇനി എത്ര മണിക്കാണ് ഇത് ഡിസേബിൾ ആകേണ്ടത്, 5 മണി എന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. 5 മണി. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ ലോ പവർ മോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓഫ് ആണ്. നമ്മൾ ആ ഓൺ എന്നുള്ളിടത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഓഫ് ആവും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്താൽ മതി. ഓഫാണ്. ഓഫ് കൊടുത്ത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ 5 മണിയാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ടൈം ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷനും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ മൂന്നാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ബ്ലൂടൂത്തും മൊബൈൽ ഡാറ്റയും. കാരണം മൊബൈൽ ഡാറ്റയിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പം വളരെ കണ്ടമാനം ഡാറ്റ അല്ലെങ്കിൽ ബാറ്ററിയാണ് നഷ്ടപ്പെടുന്നത്. കാരണം കൂടുതലും ബാറ്ററി കൂടുതലും കൺസ്യൂം ചെയ്യുന്നത് എപ്പോഴും മൊബൈൽ ഡാറ്റ ആണ്. കാരണം വൈഫൈ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ബാറ്ററിയെ കൺസ്യൂം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴൊക്കെ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ അപ്പോൾ കഴിവതും നമ്മൾ വൈഫൈയിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യുക ഈ ഒരു മൊബൈൽ ഡാറ്റയാണ്. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോയിട്ടുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ ഈ ഒരു നമ്മൾ ഓൾറെഡി പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ജോയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ ഡിസേബിൾ ആയിട്ട് ഓട്ടോമാറ്റിക്കലി വൈഫൈയിലേക്ക് നമ്മളുടെ ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് കുറേ അധികം ബാറ്ററി സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലൂടൂത്ത് തന്നെ. ബ്ലൂടൂത്ത് നമ്മൾ എപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ആപ്പിൾ വാച്ച് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടുത്ത് മറ്റെന്തെങ്കിലും പെയർ ചെയ്യാൻ പറ്റിയ ഡിവൈസുകളുണ്ടോ എന്നുള്ളത് എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് വഴി നമ്മുടെ ബാറ്ററി പതുക്കെ ഡ്രെയിൻ ആകാൻ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ബ്ലൂടൂത്ത് ഡിസേബിൾ ചെയ്യാം. ഇത് ആക്ച്വലി ടേൺ ഓഫ് ചെയ്യുന്നില്ല, ഡിസേബിൾ ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കറിയാം ബ്ലൂടൂത്തും മൊബൈൽ ഡാറ്റയും വൈഫൈ ഒന്നും നമുക്ക് ഈ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷേ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി പെർമനൻ്റ്ലി ഇത് കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ടിൽ ഒരു വഴിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ സിരി ഷോർട്ട് കട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിൽ ഈ താഴെയുള്ള ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആഡ് ആക്ഷൻ എന്നുള്ളിടത്ത് പോയിട്ട് ബ്ലൂടൂത്ത് എന്ന് നമ്മൾ സെറ്റ് ബ്ലൂടൂത്ത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓഫാണ് ചെയ്യേണ്ടത്. ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ടിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഓൺ ആക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓഫ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ഈ ഒരു കാര്യം പേരെന്താണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ റീനെയിം ചെയ്യാം. ഇവിടെ റീനെയിം കൊടുത്തിട്ട് BT ഓഫ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ആ പേര് കൊടുത്തു. ഡൺ കൊടുത്തു. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ഒക്കെ ചെയ്യാം. ആഡ് ഐക്കൺ കൊടുക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഡൺ കൊടുത്തു. ഡൺ കൊടുത്തതിന് ശേഷം എനിക്ക് വളരെ സിമ്പിളായിട്ട് എൻ്റെ ലോക്ക് സ്ക്രീനിൽ നിന്നോ അല്ലെങ്കിൽ ഹോം സ്ക്രീനിൽ നിന്ന് തന്നെ എനിക്കിത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഹോം സ്ക്രീനിലെ വിജിറ്റായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക, ഷോർട്ട് കട്ട്. അവിടെ പോയതിന് ശേഷം ബ്ലൂടൂത്ത് ഏറ്റവും അവസാനം നമ്മൾ ചെയ്തത് റീസെൻ്റാണ് ബ്ലൂടൂത്ത്. അത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വിജിറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, വിജിറ്റായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് വിജിറ്റ് കൊടുത്ത് കഴിയുമ്പം നമുക്കിവിടെ കാണാം ഇത് ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കിയേക്കുവാണ്.
ഇവിടെ നിന്ന് ജസ്റ്റ് അതേ ടാപ്പ് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഓഫ് ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മളുടെ ബ്ലൂടൂത്ത് കംപ്ലീറ്റ്ലി ഓഫ് ആക്കാം, ടേൺ ഓഫ് ചെയ്യാം, ഡിസേബിൾ അല്ല ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി അത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കത് ഓൺ ആക്കിയാൽ മതി. അതിനുവേണ്ടി സ്പെസിഫിക് ഷോർട്ട് കട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇടുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിലുള്ള വിജിറ്റ് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഷോർട്ട് കട്ടുകളെല്ലാം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. എഡിറ്റിൻ്റെ ഓപ്ഷനിൽ പോവുക, കസ്റ്റമൈസിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക, അവിടെയല്ല നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കണിൽ പോവുക. പ്ലസ് ഐക്കണിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ സിരി ഷോർട്ട് കട്ട് നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്യുക. ഷോർട്ട് കട്ട്സ് ഇതിൻ്റെ കുറേ ഏരിയ ഉണ്ട്, അത് നമ്മൾ വലിയൊരു സ്ക്രീൻ നമ്മൾ ആഡ് ചെയ്തേക്കുക. കാരണം നമുക്ക് ഇതുപോലെ പല ഷോർട്ട് കട്ടുകളും ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, വൈഫൈ ഇങ്ങനെ പറഞ്ഞ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അതാകുമ്പോൾ എളുപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ അടുത്തത് നമ്മൾ വൈഫൈയുടെ ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. ഷോർട്ട് കട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക, ആഡ് ആക്ഷൻ വൈഫൈ. ഇവിടെ നമുക്ക് കാണാം സെറ്റ് വൈഫൈ ആഡ് ചെയ്യുക, ടേൺ ഓഫ് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പം അതിൻ്റെയും ഷോർട്ട് കട്ട് അവിടെ ക്രിയേറ്റ് ആയി. പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. അടുത്ത് നമ്മൾ മൊബൈൽ ഡാറ്റ നമുക്ക് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് ഓഫ് ആക്കാനാണ്. അവിടെ മൊബൈൽ ഡാറ്റ എന്നുള്ളത് കൊടുക്കുക, സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് കാണാം സെറ്റ് മൊബൈൽ ഡാറ്റ, അത് നമ്മൾ ഓഫ് കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പം മൊബൈൽ ഡാറ്റയും വൈഫൈയും എല്ലാം സെറ്റാണ്. ഇനി നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മൊബൈൽ ഡാറ്റയും വൈഫൈ എല്ലാം എനേബിൾ ചെയ്യാം. ഞാനപ്പം വൈഫൈ നമ്മളുടെ എനേബിൾഡ് ആണ്. ഞാൻ ഇവിടെ പോയി ടേൺ ഓഫ് കൊടുത്ത് കഴിയുമ്പം നമുക്കിവിടെ കാണാം നമ്മളുടെ വൈഫൈ കംപ്ലീറ്റ്ലി ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഇനി അത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. അതിനുവേണ്ടി പർട്ടിക്കുലർ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റയും വൈഫൈയും ബ്ലൂടൂത്തും ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏതാനും ചില ഹാക്കുകൾ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.